എന്തായാലും ഞായറാഴ്ച ട്രിപ്പ് പോവല്ലേ? നിങ്ങളോണ്ട് 8ാം ക്ലാസ്സിലെ ആനുവൽ ഡേ കളിച്ച ആ ഡാൻസിന്റെ സ്റ്റെപ്പ് എനിക്കൊന്ന് ഓടിപ്പിച്ച. എന്തിന്? ഇനി നടക്കപ്പോറത് യുദ്ധം. ആ ചെറുപ്പക്കാരൻ സെലക്ട് ചെയ്യുന്ന പടങ്ങളെല്ലാം ഒന്നിനോടൊന്ന് മികച്ചതാണ്. ഈ 23ാം വയസ്സിലും തന്റേതായ സ്ഥാനം മലയാള സിനിമയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുമുണ്ട്. അതെ, പറഞ്ഞു വരുന്നത് നസ്ലിനെ പറ്റിയാണ്. മധുരരാജ എന്ന മമ്മൂട്ടി പടത്തിലൂടെ ജൂനിയർ ആർട്ടിസ്റ്റായി വെറും സെക്കൻഡുകൾ ദൈർഘ്യമുള്ള തന്റെ ആദ്യ ഷോട്ടിലൂടെ മലയാള സിനിമയിലേക്ക് രംഗപ്രവേശനം നടത്തി. പിന്നീട് മാത്യുവിന്റെ സുഹൃത്തായി 2019 തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന ഗിരീഷേടി ചിത്രത്തിലൂടെ പ്രേക്ഷകരുടെ ഹൃദയങ്ങളിൽ സ്ഥാനം നേടി. തണ്ണീർമത്തൻ ദിനങ്ങൾ മാത്യുവിന്റെയും അനശ്വര രാജിന്റെയും കരിയർ മാറ്റിമറിച്ചപ്പോൾ നസ്ലിൻ എന്ന സഹനടനെ പിന്നീട് കണ്ടത് 2020 വരനെ ആവശ്യമുണ്ട് എന്ന സിനിമയിലെ അതിഥി വേഷത്തിലൂടെയാണ്. സുരേഷ് ഗോപി, ശോഭന, ദുൽഖർ സൽമാൻ, കല്യാണി പ്രിയദർശൻ എന്നിവർ പകർന്നാടിയ സിനിമയിൽ ദുൽഖറിന്റെ ചെറുപ്പമായാണ് നസ്ലിൻ അവതരിപ്പിച്ചത്. കണ്ണീരും കരച്ചിലുമായി ചിത്രത്തിൽ ഗംഭീര അഭിനയമിഴവായിരുന്നു നസ്ലിൻ കാഴ്ചവെച്ചത്. തൊട്ടടുത്ത വർഷം 3 ചിത്രങ്ങളായിരുന്നു OTT റിലീസിലൂടെ നസ്ലിന്റേതായി പുറത്തു വന്നത്. കുരുതി, ഹോം, കേശു ഈ വീടിന്റെ നാഥൻ, ഇവയിൽ കുരുതിയിലെ റസൂൽ എന്ന വേഷം വളരെ സങ്കീർണതകൾ നിറഞ്ഞതായിരുന്നു. പൃഥ്വിരാജ്, മാമുക്കോയ, റോഷൻ ആൻഡ്രൂസ്, ഷൈൻ ടോം ചാക്കോ എന്നിവർക്കൊപ്പം തന്നെ നിന്നു നസ്ലിന്റെ കഥാപാത്രവും. തമാശ മാത്രമല്ല, ഏതൊരു കഥാപാത്രവും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ച സിനിമ കൂടിയായിരുന്നു കുരുതി. ഹോം എന്ന സിനിമയിൽ എത്തുമ്പോൾ ഇന്ദ്രൻസ്, മഞ്ജു പിള്ള, ശ്രീനാഥ് ഭാസി എന്നിവർക്കൊപ്പം ചാൾസ് ഒലിവർ ട്വിസ്റ്റ് എന്ന വേഷം വളരെ രസകരമായിരുന്നു നസ്ലിൻ കാഴ്ചവെച്ചത്. ദിലീപ് നാദിർഷാ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ കേശു ഈ വീടിന്റെ നാഥൻ എന്ന സിനിമയിൽ ദിലീപിന്റെ മകന്റെ വേഷത്തിലായിരുന്നു നസ്ലിൻ പിന്നീട് വന്നത്. സിനിമ പ്രേക്ഷക ശ്രദ്ധ നേടിയില്ലെങ്കിലും ആ വേഷം വളരെ തന്മയത്വത്തോടെ ചെയ്തു. നസ്ലിനിലെ നടനെ ഒരുപക്ഷെ ആദ്യം തിരിച്ചറിഞ്ഞത് സംവിധായകൻ ഗിരീഷേടി തന്നെയാകും. തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന സിനിമയ്ക്ക് ശേഷം കോളേജ് വിദ്യാർത്ഥി ജീവിതവും പ്രണയവും ഒക്കെ പറഞ്ഞ് സൂപ്പർ ശരണ്യ എന്ന സിനിമയിൽ സംഗീത് എന്ന വേഷവും നസ്ലിൻ വെള്ളിത്തിരയിൽ പകർന്നാടി. മകൾ എന്ന ജയറാം ചിത്രത്തിലും കോമഡിയും റൊമാൻസും ഒരുപോലെ തന്നെ അവതരിപ്പിക്കുകയും പ്രേക്ഷകരുടെ കയ്യടി നേടുകയും ചെയ്തു. കോവിഡ് കാലഘട്ടങ്ങളിലെ കഥ പറഞ്ഞു പുറത്തിറക്കിയ ജോ ആൻഡ് ജോയിലായിരുന്നു മാത്യു നസ്ലിൻ കോംബോ വീണ്ടും ഒന്നിച്ചത്. പടം തിയേറ്ററുകളിൽ ഗംഭീര വിജയമായിരുന്നു കരസ്ഥമാക്കിയത്. തിയേറ്ററുകൾ ഹൗസ്ഫുൾ ആക്കാനുള്ള മാജിക് ഈ യുവ നടന്മാർക്ക് ഉണ്ട് എന്ന് കാണിച്ച സിനിമയും കൂടിയായിരുന്നു ജോ ആൻഡ് ജോ. അഖിൽ സത്യന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പാച്ചുവും അത്ഭുതവിളക്കും എന്ന സിനിമയിൽ അതിഥി വേഷത്തിലും നസ്ലിൻ കയ്യടി നേടി. നായകൻ മാത്രമല്ല, തന്നെ തേടി വരുന്ന ഏതൊരു ചെറിയ വേഷവും വളരെ തന്മയത്വത്തോടെ ചെയ്യുമെന്ന് തെളിയിക്കുകയും ചെയ്തു. ഇതിനിടയിൽ അയൽവാശി, പത്രോസിന്റെ പടപ്പുകൾ, പൂവൻ എന്നീ സിനിമകളും വന്നു. 2023 സുധി മാഡിസന്റെ സംവിധാനത്തിൽ വന്ന നെയ്മർ വൻ വിജയം കണ്ടെത്തിയതോടെ നസ്ലിൻ മാത്യു കോംബോ വീണ്ടും വാർത്തകളിൽ ഇടം നേടി. അഭിനയം കൊണ്ട് മാത്രമല്ല, ശബ്ദം കൊണ്ടും തനിക്ക് പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ കഴിയുമെന്നും വാലാട്ടി എന്ന സിനിമയിലൂടെ നസ്ലിൻ തെളിയിച്ചു. ജേർണി ഓഫ് ലവ് 80+ എന്ന ഈ സിനിമയും നസ്ലിൻ മാത്യു കോംബോവിന് വീണ്ടും കയ്യടി നേടിക്കൊടുത്തു. ആദ്യ സിനിമയുടെ സംവിധായകനായ ഗിരീഷേടി നസ്ലിന് വേണ്ടി കരുതി വെച്ചത് തന്റെ കരിയർ തന്നെ മാറ്റിമറിച്ച സിനിമയായിരുന്നു. കോളേജ് കാല പഠനത്തിന് ശേഷം ഹൈദരാബാദിൽ നടക്കുന്ന കഥ പറഞ്ഞ പ്രേമലുവിൽ സച്ചിൻ എന്ന കഥാപാത്രമായാണ് നസ്ലിൻ പ്രേക്ഷകരുടെ മനസ്സിൽ പകർന്നാടിയത്. ചിത്രത്തിലെ കുസൃതികളും ചിരികളുമൊക്കെ പ്രേക്ഷകർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. ഇപ്പോൾ ഇതാ അണിയറ പ്രവർത്തകർ പ്രേമലു 2 അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് ഈ 23 വയസ്സുകാരന് മലയാളി പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കാൻ സാധിച്ചെങ്കിൽ അയാളിൽ എന്തോ ഒരു അത്ഭുതം ഒളിഞ്ഞിരിപ്പുണ്ട്. കണ്ടറിയാം നസ്ലിനിലെ അടുത്ത താരവും അത്ഭുതവുമൊക്കെ.